ചോറിൽ ഒഴിച്ചു കൂട്ടുന്ന കറികളിൽ എൻ്റെ ഫേവററ്റ് ആണ് ചെറിയൊരു മധുരവും എരിവും ഒക്കെയുള്ള മത്തങ്ങ എരിശ്ശേരി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന മത്തങ്ങ എരിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുക്കറിൽ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന മത്തങ്ങ ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. വെയ് നോക്കുകയാണെങ്കിൽ 170 ഗ്രാം ഉണ്ട്. മത്തങ്ങ എരിശ്ശേരി നമ്മൾ മത്തങ്ങയും ചെറുപയറും അല്ലെങ്കിൽ വൻപയറും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് ഒരു അര കപ്പിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1/4 കപ്പ് നിറച്ച് ആ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് 1 കപ്പ് നിറച്ച് മത്തങ്ങ കഷ്ണമാക്കിയത് 1 കപ്പ് നിറച്ചെടുത്തു. പരിപ്പ് നമ്മൾ അര കപ്പിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം പരിപ്പ് എടുത്തിട്ടുണ്ട്. മത്തങ്ങ പൊതുവെ ഇച്ചിരി മധുരമുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എരിവിന് വേണ്ടിയിട്ട് ഞാൻ 3 കാന്താരി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം. പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. വെള്ളം ചേർക്കുക. 1.5 കപ്പോളം വെള്ളം ചേർത്തു. 1.5-2 കപ്പ് വെള്ളം ചേർക്കാം. കുറച്ച് കറിവേപ്പിലേക്ക് കൂടി ഇടുക. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഇതിനെ അടച്ച് ഒരു വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്യുക. പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചതച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ജീരകം, 2 ചുവന്നുള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, 2 കാന്താരിയും കൂടെ ചേർക്കുകയാണ്. കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഇതാദ്യം ഒന്ന് ഒതുക്കിയെടുക്കുക. തന്നെയായിട്ട് അരച്ചെടുക്കുക. നമ്മൾ എരിശ്ശേരിക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അരച്ചെടുക്കത്തില്ല. നമ്മൾ സാധാരണ ചാറുകറിക്ക് ഉണ്ടാക്കുന്ന പോലെ അരച്ചെടുക്കാറില്ല. ഇച്ചിരി തരി ഉണ്ടാവണം ആ രീതിയിൽ. അപ്പം അതുകൊണ്ടാണ് ഇത് തന്നെയായിട്ട് ആദ്യം അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. അപ്പം നമ്മളിവിടെ വേവിക്കാതെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് തേങ്ങയിലേക്ക് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒതുക്കിയെടുക്കുക. ഈ ഒരു പരുവം മതി. തോരൻ്റെ പോലെയല്ല, കറിയുടെ പോലെയല്ല, അതിൻ്റെ ഇടയ്ക്കത്തെ ഒരു പരുവാണ് എടുക്കുക. മത്തങ്ങയും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് പീസസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കുക. വീണ്ടും ചൂടാക്കുക. നമുക്ക് ഈ അരപ്പ് ചേർത്തൊന്ന് ചെറുതായിട്ട് ബോയിൽ ചെയ്യാനായിട്ടുണ്ട്. ഇപ്പം എത്ര അയവ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ചൂടുവെള്ളം ചേർത്ത് നീട്ടാവുന്നതാണ്. കുറച്ച് ചേർക്കും. ഒരു 1/2 കപ്പ് കൂടെ ചേർക്കുകയാണ്. വെള്ളം ചേർത്തൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് ചേർക്കാം. ഇവിടെ ഇത് തിളയ്ക്കാൻ തുടങ്ങി. ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. തീ കുറച്ച് വെക്കുക. ഒരുപാട് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടാകുക. നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. അടച്ചു വെച്ച് 5 മിനിറ്റ്. അരപ്പ് ചേർത്ത ശേഷം തീ കുറച്ച് വെക്കുക. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനി ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി കുറവാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുക. എപ്പോഴും അവരവരുടെ വീട്ടിലെ പ്രിഫറൻസ് അനുസരിച്ച് ഉപ്പ് ചേർക്കുക. അടുത്തായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാനായിട്ട്
എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിക്കാൻ എപ്പോഴും നല്ലത് നെയ്യാണ്. വേണം നെയ്യ് തന്നെ ചേർക്കാം, അല്ലെങ്കിൽ നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ചുമന്നുള്ളി, ഒരു 3 ചുമന്നുള്ളി നീളത്തിലരിഞ്ഞത്. അതിനൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ, തിരുമിയ തേങ്ങ 2 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം. എരിശ്ശേരിക്ക് എപ്പോഴും ഫ്ലേവർ കൊടുക്കുന്നത് ഈ തേങ്ങ വറുത്തിടുന്നത്, കടുകിനൊപ്പം തന്നെ തേങ്ങയുടെ വറുത്ത് ചേർക്കും. ഇവിടെ തേങ്ങയൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളക് ഒന്ന് കീറിയിട്ടിടാം. ഒപ്പം കുറച്ച് കറിവേപ്പിലേക്ക് ഇടാം. ഈ ഒരു പരുവാകുമ്പോൾ കറിയിലേക്ക് ഇടാം. ഉലുവാപ്പൊടി ഒരു നുള്ളു മതി, വറുത്ത ഉലുവയാണ്, അതൊന്ന് വെതറിയിടാം. ഇനി ഇത് അടച്ചു വെക്കാം. അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവണം. അതിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് അടച്ചു വെക്കുക. ഇത് മിക്സ് ചെയ്ത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി എപ്പോഴും സെർവ് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് നല്ല ഇറച്ചി വറുത്തത് അല്ലെങ്കിൽ മീൻ വറുത്തതിൻ്റെ കൂടെ. അല്ല വെസ്റ്റേൺ ഓപ്ഷൻ ആണെങ്കിൽ എപ്പോഴും നല്ലൊരു ബീൻസ് തോരനോ ഇതൊരു ചമ്മന്തിയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ നല്ല രുചിയായിട്ട് ചോറ് കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈ മസ്.